ആദ്യം തന്നെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എല്ലാവരോടും എൻ്റെ വലിയൊരു താങ്ക് യു അറിയിക്കുകയാണ്. അപ്പോൾ എംപതി ക്വസ്റ്റും വെൽമൈൻഡ് ഓർഗനൈസേഷനും കൂടി അവതരിപ്പിക്കുന്ന ഇന്നത്തെ ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അല്ലെ സ്ട്രെസ്. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്ക് ജോലിയുടെ സ്ട്രെസ്, പഠിക്കുന്നവർക്ക് പഠിക്കുന്ന സ്ട്രെസ്, അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഓരോ ചെറുതും വലുതുമായ സ്ട്രെസ്, ആങ്സൈറ്റി, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തില് നമുക്ക് സ്വന്തമായിട്ടും അതേപോലെ നമ്മളുടെ അടുത്ത് ഒരു ക്ലയന്റ് വരുമ്പോ അവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് നമ്മളുടെ ഈ വെബിനാറിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ അത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്. ഓക്കെ, അപ്പോ കൂടുതൽ ഈ ടെക്നിക്ക് എങ്ങനെയാണ് എന്നും അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ മാമായ ഷാഹിന മാം പറഞ്ഞു തരുന്നതാണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലർ കൂടിയിട്ടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഷാഹിന മാം, വെൽക്കം. Thank you, Hasna. Thank you, ma'am. For your warm welcome anyway. Thank you. അപ്പോൾ ഇന്ന് ഹസ്ന പറഞ്ഞതുപോലെ നമ്മളുടെ ഈ വെബിനാറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് യൂസ്ഡ് ഡ്യൂറിങ് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷനിൽ. ഇപ്പോൾ ഹസ്ന ഇപ്പോൾ തന്നെ പറഞ്ഞു നമ്മളുടെ ഈ ഒരു കാലഘട്ടം വളരെ ഓഡിബിൾ? യെസ് മാം. ഓക്കെ, വളരെ സ്ട്രെസ് നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ ആ ഒരു സ്ട്രെസ്സിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസ് അവർക്ക് സ്ട്രെസ് ഉണ്ടാകാം, ഒരു ഫീലിംഗ് വറി, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവരെ പരീക്ഷാ പേടി, അങ്ങനെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഇന്നെല്ലാവരും. അപ്പോൾ ഈ ഒരു PMR എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, അത് നമ്മളുടെ തെറാപ്പീസിലും കൗൺസിലിംഗ് സെഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവർ, അവർക്ക് ഒന്നില്ലെങ്കിൽ സ്ട്രെസ്സാണ്, അതുകൊണ്ട് അവർക്ക് വളരെ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ടെൻഷൻ, അവരെ ശാരീരികമായിട്ടും ഫിസിക്കലി ആൻഡ് മെൻ്റലി നന്നായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ടെക്നിക്കാണിത്. ഇതൊരു റിലാക്സേഷൻ ടെക്നിക്ക്, ഒരു മൈൻഡ്ഫുൾ ആക്ടിവിറ്റി. ഇതൊരു ജേക്കബ്സൺ എന്ന് പറയുന്ന ഒരാൾ 1920 ഡെവലപ്പ് ചെയ്തതാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. കുറേ ഇതുകളിലൊക്കെ കുറേ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഈ റിലാക്സേഷനായിട്ട്, അതായത് സ്ട്രെസ്സായിട്ട് വരുന്നവർക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് കൂടുതലും ഇങ്ങനെ പറഞ്ഞത് ഈ മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയും നമ്മളെ മൈൻഡും കൂടിയും റിലേറ്റഡ് ആണ്. നമ്മളെ ബോഡി അത് കാണിക്കും, നമ്മളെ മൈൻഡ് ഫീലിംഗ് വറിയാണെന്നുള്ളത് നമ്മളെ ബോഡിയും അത് കാണിക്കും. നമ്മൾ വളരെ സ്ട്രെസ്ഡ് ഔട്ടാകും, നമ്മളെ മസിലൊക്കെ ഇങ്ങനെ പിരിമുറുക്കത്തിലൂടെ ആയിരിക്കും. നമ്മളുടെ ആ ഒരു സൊമാറ്റിക് നമ്മളെല്ലാവരും ബഡിങ് സൈക്കോളജിസ്റ്റുകളാണ്, നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കൗൺസിലിംഗ് സെഷൻസിൽ ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അത് വളരെ ഉപകാരപ്രദമായിരിക്കും ക്ലയൻസിന്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ വെബിനാറിലൂടെ ഞാനത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു PMR ചെയ്യുന്നത് അത് ഞാൻ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കൂടുതലും ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ഫിസിക്കൽ ടെൻഷൻ ആൻഡ് സ്ട്രെസ്, പിന്നെ പ്രൊമോട്ട് റിലാക്സേഷൻ ആൻഡ് അലീവിയേറ്റ് സിംറ്റംസ് ഓഫ് ആൻസൈറ്റി ആൻഡ് പാനിക് അറ്റാക്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിലൊക്കെ വരുന്ന ക്ലയൻസിന് നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊന്ന് നോക്കാം നമ്മളുടെ ആ ഒരു ഫിസിക്കലി എങ്ങനെയാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന്. നിങ്ങളിരിക്കുന്ന ആ ഒരു പൊസിഷൻ, അത് ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഷോൾഡർ ഭയങ്കര പിരിമുറുക്കത്തിൽ നമ്മളിങ്ങനെ നമ്മളെ ചെവിയോടടുത്ത് അല്ലെങ്കിൽ ആ കഴുത്തിനോടടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നൊന്ന് സെൻസ് ചെയ്യൂ. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ജസ്റ്റ് അതിനെ ഒന്ന് റിലീവ് ചെയ്യൂ. പതുക്കെ ഒന്ന് താഴ്ത്തി അയച്ച് ആ ഒരു പതുക്കെ ഒന്ന് ഷോൾഡർ നമ്മളുടെ ഒന്ന് പതുക്കെ താഴ്ത്ത് കൊണ്ടുവരൂ.
നമ്മൾക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഇത്ര നേരം ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിങ്ങനെ പിരിമുറുക്കത്തിലിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മളുടെ ഷോൾഡർ ഒന്ന് താഴ്ത്ത്, അപ്പോൾ നമ്മൾക്കൊരു ഫീലിംഗ് റിലാക്സേഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഈ PMR-നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ട്? അത് എന്താണ്? ഓക്കെ. കൗൺസിലിംഗ് സെഷൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ടോ അത്? ഉണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. എനിവേ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഈ ഒരു പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷന് കുറേ ബെനിഫിറ്റ്സുകളുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അത് റെഡ്യൂസസ് ഫിസിക്കൽ ടെൻഷൻ ആൻഡ് മസിൽ സ്റ്റിഫ്നെസ്. നമ്മളുടെ ആ മസിൽ ആ പിരിമുറുക്കമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് വളരെ, ആ ഫിസിക്കൽ ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. പിന്നെയാണ് പ്രൊമോട്ട്സ് റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിലീഫ്. നമ്മളുടെ സ്ട്രെസ് ഒന്ന് റിലീഫാക്കും, നമ്മൾക്കൊരു റിലാക്സേഷൻ പ്രൊമോട്ട് ചെയ്യും ആ ഒരു ആക്ടിവിറ്റി. പിന്നെ അതുപോലെ ഇംപ്രൂവ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ലീപ്പ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുന്ന ക്ലയൻസ്, അവർ ഇൻസോംനിയ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾക്ക് ഈ ഒരു ടെക്നിക്സ്, ഈ ഒരു റിലാക്സേഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസസ് ഇൻസോംനിയ. പിന്നെ അതേപോലെ അലീവിയേറ്റ് സിംറ്റംസ് ഓഫ് ആൻസൈറ്റി ആൻഡ് പാനിക് അറ്റാക്സ് ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ആൻസൈറ്റി ആയിട്ട് വരുന്നവർക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓവറോൾ ഇറ്റ് എൻഹാൻസസ് വെൽബീയിങ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നമ്മളുടെ അടുത്ത് വരുന്നവർ, എന്തെങ്കിലും തരത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നവർ, വിഷമിക്കുന്നവർ, അവർക്കൊക്കെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ അവരൊന്ന് റിലാക്സ് ആക്കാൻ, കാമാക്കാൻ നമുക്ക് ഈ ഒരു ടെക്നിക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ റിലാക്സേഷൻ ടെക്നിക്സിൻ്റെ ഗോൾസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു മസിൽ റിലാക്സേഷനാണ്. നമ്മൾ പല വിധത്തിലുള്ള ഇത് കേട്ടിട്ടില്ലേ? ഇതല്ലാതെ വേറെ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? PMR അല്ലാതെ നമ്മളിപ്പോൾ ക്ലയൻസ് വരുമ്പോൾ ക്ലയൻസിനൊന്ന് കാമാക്കാനായിട്ട്, റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഏതെല്ലാം ടെക്നിക്സാണ് ഇതല്ലാതെ? അപ്പാർട്ട് ഫ്രം ദിസ്, what are the other activities you do in your counseling sessions? Deep breathing. Moxa techniques, breathing breathing. techniques. Okay. പിന്നെ ഓക്കെ, ബ്രീത്തിങ് എക്സസൈസ്, കാമിങ്, പിന്നെ ഗ്രൗണ്ടിങ് ടെക്നിക്സ്, ബോക്സ് ബ്രീത്തിങ്, കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗൈഡഡ് ഇമാജറി, റൈറ്റ്? അങ്ങനെ ഒരുപാട് ടെക്നിക്സുകളുണ്ട്. പക്ഷേ ഇതും നല്ലൊരു ഇഫക്റ്റീവ് ടെക്നിക്കാണ്, ഈ ഒരു PMR, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇത് ഞാൻ പറഞ്ഞു, അതൊരു മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രൈം ഗോൾ തന്നെ. താങ്ക് യു ടോട്ടലി. ഓക്കെ, താങ്ക് യു. ഇനി മസിൽ റിലാക്സേഷൻ തന്നെ അതിൻ്റെ പ്രൈമറി ഗോൾ തന്നെ അതാണ്, മസിൽ റിലാക്സേഷൻ. ഓക്കെ. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്കലി relax muscle groups throughout the body, reducing tension and promoting a state of deep relaxation. അപ്പോൾ ഫസ്റ്റ് ഗോൾ ഈ PMR-ൻ്റെ മസിൽ റിലാക്സേഷൻ തന്നെ. ഓക്കെ, ആ മസിൽ നമ്മളുടെ എന്താ പറയണത്, ഒരു പിരിമുറുക്കമുള്ള ആ ഒരു മസിൽ, നമ്മൾക്ക് ആ ടെൻഷൻ അനുഭവിക്കുന്നത്, നമ്മൾക്കറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫീലിംഗ്, വറിയൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് തലവേദന വരും, അവിടെ വേദന, ഇവിടെ വേദന, ബാക്ക് പെയിൻ വരും, നമ്മൾക്ക് എന്തോ ഒരു പിരിമുറുക്കമാണ്. അതൊക്കെ റിലാക്സ് ചെയ്യാൻ ഇത് സഹായിക്കും. ഈ ഒരു മസിൽ റിലാക്സേഷനാണ് അതിൻ്റെ പ്രൈമറി ഗോൾ. പിന്നുള്ളതാണ് സ്ട്രെസ് റിലീഫ്. PMR എയിംസ് ടു എലിവിയേറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ് ബൈ റിലീസിങ് ടെൻഷൻ. ദെൻ നമ്മളുടെ ഈ ഒരു ടെൻഷനൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? മസിൽസിലാണ്. അത് ലീഡിങ് ടു എ സെൻസ് ഓഫ് കാം ആൻഡ് ട്രാങ്ക്വിലിറ്റി. നമുക്കൊരു അത് ചെയ്യുന്നതിലൂടെ, ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഫീലിംഗ് കാം, പിന്നെ ഒരു ഫീലിംഗ് ട്രാങ്ക്വിലിറ്റി. ഓക്കെ, ഒരു ശാന്തത, ഒരു സമാധാനം, ഒരു ഫീൽ ചെയ്യും. പിന്നെയാണ് മൈൻഡ് ബോഡി കണക്ഷൻ. നമ്മളുടെ ഈ സെൻസേഷനൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾക്കൊരു നമ്മളുടെ മസിൽ ഗ്രൂപ്പുകൾ, ഓരോ പാർട്സിന് നമുക്ക് മസിൽസിൻ്റെ ആ മസിൽ ഗ്രൂപ്പിന് നമ്മൾ റിലാക്സ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ഗ്രേറ്റ് അവയർനെസ് ഓഫ് ദ മൈൻഡ് ബോഡി കണക്ഷൻ. ആ ബോഡിയുടെ ആ റിലാക്സേഷൻ കിട്ടുന്നതോടുകൂടി, ആ ഒരു പിരിമുറുക്കം കുറയുന്നതോടുകൂടി നമ്മൾക്ക് ഒരു മൈൻഡിന് തന്നെ ഒരു
അതായത് റിലേറ്റഡ് ആണ്, ബോഡിക്ക് വരുന്ന ആ ഒരു ഇത് നമ്മുടെ മൈൻഡിനെയും കൂടി റിലേറ്റഡ് ആണ്, അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എന്ത് വരും, ഒരു മൈൻഡ് ബോഡി കണക്ഷൻ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സെൻസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ ഒറിയാകണത് അത് എൻ്റെ ബോഡിക്കും കൂടി അത് ഇഫക്റ്റ് ആകുന്നുണ്ട് എന്നുള്ള ഒരു സെൻസ് അതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ ആൻസൈറ്റി മാനേജ്മെൻറ്റ്, ഇത് മാനേജിങ് സിംറ്റംസ് ഓഫ് ആൻസൈറ്റി ബൈ പ്രൊമോട്ടിങ് റിലാക്സേഷൻ ആൻഡ് റെഡ്യൂസിങ് ഫിസിയോളജിക്കൽ അറൗസൽ സച്ച് എസ് റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ഇതാക്കും. പിന്നെ അതേപോലെ നമ്മളെ ഷാലോ ബ്രീത്തിങ് ഒക്കെ ഇതാക്കും. ആ ഫിസിയോളജിക്കൽ അറൗസൽ, നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫിസിയോളജിക്കൽ അറൗസൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻസൈറ്റി ഇതൊക്കെ വരുമ്പോൾ നമ്മളുടെ ബോഡി ഷിവറിങ് ചെയ്യും, സ്വെറ്റ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. അതൊക്കെ വളരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ സഹായിക്കും. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ക്വാളിറ്റി. നമ്മളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു ആക്ടിവിറ്റി വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിത് നമ്മളെ ബെഡ് ടൈം ബിഫോർ പ്രാക്ടീസിങ് PMR ബിഫോർ ബെഡ് ടൈം ബിഫോറിൽ നമുക്ക് നോക്കാം. പിന്നെ ആ ഒരു സ്ട്രെസ്സസ് ഓഫ് ദ ഡേ, നമ്മളുടെ ഡേയിൽ എന്തൊക്കെ സ്ട്രെസ്സായിരുന്നു അതൊക്കെ നമ്മൾക്ക് ആ ഉറങ്ങണേക്കുമ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് മസിൽസിനെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഉറങ്ങാം. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ ഒരു ആപ്ലിക്കബിൾ ആ ഒരു റിലാക്സേഷൻ ടെക്നിക്സ് ആ ഉറങ്ങണേക്കുമ്പോൾ ഡെയിലി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ അത് ദാറ്റ് പ്രൊമോട്ടിങ് ഡീപ്പ് ആൻഡ് മോർ റെസ്റ്റ്ഫുൾ സ്ലീപ്പ്, നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടും. അത് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളാണ് ഈ PMRൻ്റേത്. അപ്പോൾ എന്തൊക്കെ നമ്മൾക്ക് കിട്ടും, മസിൽ റിലാക്സേഷൻ, പിന്നെ സ്ട്രെസ് റിലീഫ്, ദെൻ മൈൻഡ് ബോഡി കണക്ഷൻ, ആൻസൈറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ക്വാളിറ്റി. ഇതൊക്കെ ഈ ഒരു ടെക്നിക്സിൻ്റെ ഗോൾസാണ്. ഇനി അതുപോലെ നമ്മളിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ ഇത് ഗൈഡ് ചെയ്യും. നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യണതെന്നും കൂടി ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമ്മളത് ഒരു ഫൈൻഡ് എ ക്വയറ്റ് കംഫർട്ടബിൾ എൻവയൺമെൻറ്റ്, നല്ലൊരു ക്വയറ്റ് എൻവയൺമെൻറ്റിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ഒരു കംഫർട്ടബിൾ, അവിടെ വേറൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല, സൗണ്ട് പാടില്ല, വേറെ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്, എന്തായാലും സൗണ്ടോ അല്ലെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ആയാലും അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഡീപ്പ് ബ്രീത്തിങ് ടു റിലാക്സ്, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു 3 times നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യണം. ഡീപ്പ് ബ്രീത്ത് മീൻസ് ജസ്റ്റ് ഇൻഹേൽ ഒരു 3 times എങ്കിലും നമ്മൾ ആ ഒരു ഡീപ്പ് ബ്രീത്തിങ് ചെയ്യണം. അതിൽ ഇൻഹേൽ നമ്മൾ മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം വലിച്ച് എടുക്കുക. നമ്മളെ വയറ് നിറയുന്നത് പോലെ തോന്നണം, അത്ര ഇതിൽ നമ്മൾ നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. എന്നിട്ട് ഒരു കുറച്ച് നേരം ഒരു 1 2 3 4 5 ഒരു 5 seconds ഹോൾഡ് ചെയ്യുക. എന്നിട്ട് എക്സ്ഹെയിൽ ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും ഒരു 10 seconds വരെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പതുക്കെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ഫീൽ ചെയ്യണം, നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ ആ എയർ പോകുന്നതും വയറിൽ എത്തുന്നതും അവിടെ ആ മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ സെൻസ് ചെയ്യുക. അതേപോലെ അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, ഇന്ന മസിൽ ഒന്ന് സ്ട്രെസ് ചെയ്യാൻ പറയും. അതനുസരിച്ച് ആ മസിൽ സ്ട്രെസ് ചെയ്യും. അത് കുറച്ച് നേരം ഒരു 10 seconds വരെ ഹോൾഡ് ചെയ്യും. പിന്നെ പതുക്കെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യാൻ വേണം. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് വായിലൂടെ ആയിരിക്കണം, ഇൻഹെയിൽ ചെയ്യുന്നത് മൂക്കിലൂടെ ആയിരിക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇൻഹെയിൽ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണം, പിന്നെ ഒരു 10 seconds കഴിഞ്ഞിട്ട് എക്സ്ഹെയിൽ ചെയ്യണം. അപ്പോൾ ഓരോ മസിൽസും ഇപ്പം ഒരു 14 മസിൽസാണ് ഇവിടെ പറയുന്നത്. അതിൽ ഓരോ മസിൽസും നമ്മൾ ഇങ്ങനെ ടെൻസ് ചെയ്യുമ്പോൾ ആ ബ്രീത്ത് ഔട്ട് ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുന്നതോടൊപ്പം തന്നെ ആ 5-10 minutes ഹോൾഡ് ചെയ്യുകയും റിലീവ് ചെയ്യണതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അതേപോലെ ഫോക്കസ് ആൻഡ് അവെയർനെസ്, നന്നായിട്ട് പേ അറ്റൻഷൻ ടു സെൻസേഷൻ. നമ്മൾ ഈച്ച് മസിൽ വരും, അതിലെ ആ സെൻസേഷൻ എങ്ങനെയാണ്, നമ്മളുടെ ഇൻഹെയിൽ ചെയ്തു അത് അവിടെ പിരിമുറുക്കം, ആ ഒരു ടെൻഷൻ വരുത്തുക ഓരോ മസിൽസിലും. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ റിലീവ് ചെയ്യണതും അത് ആ റിലാക്സ് ചെയ്യണതൊക്കെ നമ്മൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നോട്ടീസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ടെൻഷൻ ആൻഡ് റിലാക്സേഷൻ, ദെൻ സ്റ്റേ പ്രസൻറ്റ് ഫോക്കസ്ഡ്. നന്നായിട്ട് ആ ഒരു ബീയിങ് വിത്ത് ദ പ്രസൻറ്റ് അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഡീപ്പ് റിതമിക് ബ്രീത്തിങ്, റിതമിക്കായിട്ട് നന്നായിട്ട് ഇൻഹെയിൽ
1 2 3 വളരെ കാമായിരിക്കണം, കാം ടോൺ ആയിരിക്കണം, വളരെ കംഫർട്ടബിൾ പ്ലേസ് ആയിരിക്കണം. ആ ഒരു ഡീപ്പ് റിതമിക് ബ്രീത്തിങ് ത്രൂ ഔട്ട് ദ എക്സസൈസ്. ആ ത്രൂ എക്സസൈസിൻ്റെ ത്രൂ ഔട്ടായിട്ട് നമ്മൾ റിതമിക് ആയിട്ടായിരിക്കണം നമ്മളുടെ ബ്രീത്തിങ്, ഡീപ്പ് ബ്രീത്തിങ്. ദെൻ ഇൻഹെയിൽ ഡീപ്ലി ത്രൂ നോസ്, എക്സെയിൽ സ്ലോലി ത്രൂ മൗത്ത്. പുറമേക്ക് എക്സെയിൽ ചെയ്യുമ്പോൾ വളരെ പതുക്കെ സ്ലോലി ആയിട്ടായിരിക്കണം പുറത്തു വിടേണ്ടത്. പിന്നെ നമ്മൾ അത് എൻഡിങ് ചെയ്യണം ആ പ്രാക്ടീസ്. റെസ്റ്റ് ക്വാറ്റ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. നമ്മളിങ്ങനെ ടെൻസ്ഡ് ആക്കുകയും മസിൽസിനെ പിന്നെ അതേപോലെ പതുക്കെ അയക്കുകയും റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യുക. കുറച്ച് ഫ്യൂ മൊമെൻറ്റ്സിൽ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ നമ്മളുടെ കണ്ണുകൾ ഓപ്പൺ ചെയ്യും. നമ്മൾ റിട്ടേൺ ടു ദ പ്രസൻറ്റ് മൂമെൻറ്റ് അതേപോലെ അഗെയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാകണം കണ്ണ് തുറക്കുകയും അതനുസരിച്ച് അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ, ആ ഒരു ആക്ടിവിറ്റിയുടെ പ്രിപ്പറേഷൻ. നല്ലൊരു കാം കംഫർട്ടബിൾ എൻവയൺമെൻറ്റിലിരിക്കുക. നമ്മൾ ഗൈഡ് ചെയ്യുക, ഓരോ മസിൽസ് ടെൻഷൻ കൊടുത്തിട്ട് ബ്രീത്തിങ് റിത്തമെറ്റിക്കലി ബ്രീത്തിങ് ചെയ്ത് പിന്നെ റിലാക്സ് ചെയ്ത് അത് ആ ഒരു ആക്ടിവിറ്റി നമ്മൾക്ക് അത് ചെയ്യണം. ഞാനത് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇതെന്താണെന്ന്? ഇപ്പോൾ മനസ്സിലായില്ലേ PMR? അത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടിയും എക്സ്പീരിയൻസ് ആകും. ഓക്കെ, അതിൻ്റെ ആ ഒരു റിലാക്സേഷൻ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. നമ്മളും പഠിക്കുക, അതേപോലെ നമ്മളുടെ ക്ലയൻസിനും കൂടി അത് അപ്ലിക്കബിൾ ആക്കാനായിട്ട് അത് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ? ആരാണ് സൗണ്ട്? ഓക്കെ, നിങ്ങൾ റെഡിയാണോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്? ആർ യു റെഡി? എക്സ്ക്യൂസ് ആരും യെസ് മാം. ഇല്ല. ഓക്കെ ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ഒരു ഗൈഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യും ആ ഒരു ആക്ടിവിറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ഓക്കെ, ഈ ഒരു PMR ടെക്നിക്ക് ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മളുടെ 14 മസിൽസിനെ അത് നന്നായിട്ട് മുറുക്കുകയും പിന്നെ അതേപോലെ ടെൻഷൻ ഇതാക്കുകയും അതനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യും, അയക്കുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പ്രിപ്പറേഷൻ. ഓക്കെ, ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആ ഒരു കംഫർട്ടബിൾ പൊസിഷൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം? ഒരു ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ. നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, എല്ലാവരും റെഡിയാണോ? നിങ്ങൾ ഇരിക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് ഈ ഒരു ടെക്നിക്ക് കിടന്നുകൊണ്ടും ചെയ്യാം. ഓക്കെ, ഇരുന്നു കൊണ്ടും ചെയ്യാം, കിടന്നുകൊണ്ടും ചെയ്യാം. അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്താണ് ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത്. ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്തും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ വളരെ ഉറക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല, വളരെ ശാന്തമായ സൗണ്ടിൽ കാം ആൻഡ് ടോണിലായിരിക്കണം സംസാരിക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ വളരെ കാം ആൻഡ് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ വിചാരിക്കട്ടെ. ആർക്കെങ്കിലും ഒന്ന് വീഡിയോയിൽ വരാൻ പറ്റുമോ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതിൽ നന്നായിട്ട് ഇതുമായിട്ട് ഈ ഒരു ഫീലിംഗ് ഞാൻ പറയുന്നത് ആ ഗൈഡ് അനുസരിച്ച് ചെയ്യുകയും അത് ആ ഫീലിംഗ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയും വേണം. എന്നാലാണ് നിങ്ങളുടെ ക്ലയൻസിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഒരു ബഹളങ്ങളോ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. ആ ഇരിക്കുന്ന രീതി പറയുകയാണെങ്കിൽ കാലുകൾ വളരെ നമ്മളുടെ കാലുകൾ തറയിൽ മുട്ടിച്ചുകൊണ്ട് സുഖപ്രദമായിട്ട് കസേരയിൽ ഇരിക്കണം. പിന്നെ കൈകൾ നമ്മളുടെ ഇരുവശത്തായിട്ട് ഒന്നില്ലെങ്കിൽ
കസേരയുടെ ആ കൈപ്പടിയിലോ അല്ലെങ്കിൽ നമ്മളുടെ തൈയിലോ വെക്കാം. കിടന്നുകൊണ്ടായിട്ടും ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ നമ്മളുടെ ആ ഒരു പൊസിഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളൊന്ന് പതുക്കെ അടക്കുക. അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ആ കണ്ണുകൾ നേരെ ഒരു സൗമ്യമായ ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാലും കുഴപ്പമില്ല. പക്ഷെ കണ്ണുകൾ അടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റ് നിങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റി അവിടെ വേറൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, വളരെ കാം ആൻഡ് ആ പ്രസൻറ്റ് ഇതിൽ നിങ്ങൾ വരണം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഈ ഡ്യൂറിങ് ദിസ് തെറാപ്പി ഈ ഒരു റിലാക്സേഷൻ ടെക്നിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യണം, എവിടെയെങ്കിലും ഒരു വേദനയോ പേശി വലിവോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സർജറി ഇതിൽ ഈ ഒരു PMR ടെക്നിക്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ വേദനകളൊക്കെ കൂടുതലായിട്ടുള്ളവർക്ക് അതൊരു ഒരു ഡിമെറിറ്റാണ്, അതിൻ്റെ അധികം നമ്മൾ ആപ്ലിക്കബിൾ അല്ല അത്. പിന്നെ അതേപോലെ സർജറി ചെയ്ത് കിടക്കുന്നവർക്കൊന്നും അത് കൊടുക്കാൻ പാടില്ല. അപ്പം ഇതിൻ്റെ ഇപ്പോൾ സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് വന്നത് നമ്മളുടെ ക്ലയൻറ്റ്. ആ ക്ലയൻറ്റിൻ്റെ ആ ഒരു സെൻസ് നമ്മൾ മനസ്സിലാക്കുക, ഒരു ഫീലിംഗ് ഇമോഷൻസ് ഒക്കെ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു കംഫർട്ടബിൾ പ്ലേസ് ഇരിക്കാൻ പറയാം. നിങ്ങളും അതേപോലെ അങ്ങനെ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്ന ടൈമിൽ, ഈ റിലാക്സേഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു വേദന, ഒരു പേശി വേദന അല്ലെങ്കിൽ എവിടെയെങ്കിലും തലവേദന അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്തെങ്കിലും ക്രാമ്പൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു തീവ്രത ടെൻഷൻ ചെയ്യാൻ പറയുന്ന ആ ഭാഗങ്ങളിൽ അവിടെ നിന്ന് അയവൊക്കെ വരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നമ്മളുടെ ഈ ഒരു ടെക്നിക്കിൻ്റെ ലക്ഷ്യം എന്താ, അവിടെ സൗമ്യമായിട്ട് ഉണർത്തിയിട്ട്, അവിടെ വേദനിപ്പിക്കലല്ല, അവിടെ ജസ്റ്റ് ഒന്ന് സൗമ്യമായിട്ട് ഉണർത്തലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ പ്ലേസ് കിട്ടി, നിങ്ങളിരുന്നു, കൈ വെച്ചു. ഓക്കെ, ഇനി നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ശ്വസനത്തിലായിരിക്കണം. അതൊരു 3 times നിങ്ങൾ ചെയ്യണം. എങ്ങനെയാണത്? നിങ്ങളുടെ ആ ഒരു സെൻസ് കൊണ്ടുവരാം. ഫസ്റ്റ് ഒന്ന് മൂക്കിലൂടെ ഇൻഹെയിൽ ചെയ്യാം. ബ്രീത്ത് ഇൻ 1 2 3 4 5. ആ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ വായു, ആ ഒരു നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതും നമ്മുടെ വയറ് നിറയുന്നതും ആ ഒരു ബോഡി സെൻസ് ചെയ്യുക. എന്നിട്ടൊന്ന് ശ്വാസം ഒന്ന് അടക്കി പിടിക്കുക കുറച്ച് നേരത്തേക്ക്, ഒരു 10 സെക്കൻഡിലേക്ക്. ആ ഒരു നിങ്ങളുടെ ആ ഒരു സമ്മർദ്ദങ്ങളെല്ലാം ഹോൾഡ് ചെയ്തേക്കാണ്. ഇനി എക്സേൽ ചെയ്യൂ. കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ എക്സേൽ ചെയ്യണം വായിലൂടെ. അതൊരു 3 പ്രാവശ്യം ചെയ്യണം. ഇൻഹെയിൽ, മൂക്കിലൂടെ എയർ വലിച്ചു പിടിക്കുക, വയറിൻ്റെ ഉള്ളിൽ അത് നമ്മളുടെ ശ്വാസകോശങ്ങളിൽ പിന്നെ ആ വയറിൽ അങ്ങനെ ഫീൽ ചെയ്യുക, അത് നിറയുന്നതായിട്ട്. ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു 10 seconds, എന്നിട്ട് പതുക്കെ ഒന്ന് റിലീവ് ചെയ്യുക. അതിനെ ഒന്ന് അയച്ചു കൊണ്ടുവരാം. അവിടെ ആ അയച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യുക, ഫീലിംഗ് റിലാക്സ്ഡ്. അഗൈൻ ഇൻഹെയിൽ 1 2 3, hold for 10 seconds, exhale ചെയ്യുമ്പോൾ പതുക്കെ എക്സ്ഹെയിൽ ചെയ്യണം. 1 2 3 4 5, ഒരു 10 seconds അതിലെടുക്കണം എന്നാണ് പറയണത്. ഓക്കെ, 3 times അങ്ങനെ ചെയ്ത് നമ്മളൊരു ബീയിങ് ഇൻ ദ പ്രസൻറ്റ് ആയപ്പോൾ നമ്മൾ ഒരു സെൻസ് ചെയ്തു, നമ്മൾ ആ കാം മൂമെൻറ്റിൽ ഇങ്ങനെ കംഫർട്ടബിളായിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മളുടെ ഓരോ പേശി ഗ്രൂപ്പിലും ഞാൻ പറയാം, ഓരോ മസിൽ ഗ്രൂപ്പിൻ്റെ ഇത് പറയുന്നതനുസരിച്ച് നിങ്ങൾ ആ മസിൽസിനെ ടൈറ്റൻ ചെയ്യുകയും ഞാൻ എക്സേൽ പറയുമ്പോൾ അതിനെ റിലീസ് ചെയ്യുകയും വേണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ കാൽവിരലുകൾ, ഫീറ്റ് താഴേക്ക് നന്നായി
മടക്കണം. കാൽവിരലുകൾ കൊണ്ട് ഒരു പെൻസിൽ എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കണം അത്. ഓക്കെ, അങ്ങനെ തന്നെ പിടിക്കുക. ഇൻഹെയിൽ 1 2 3 4 5. കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്യൂ. ആ ഒരു മുറുക്കം, കാലിൻ്റെ ആ വിരലുകൾ താഴെ അമർത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ ആ പെൻസിൽ എടുക്കാൻ പോകുന്നത് പോലെ ഒന്ന് സ്ട്രെസ് ചെയ്ത് ഒരു 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ റിലീസ് ചെയ്യൂ. എക്സ്ഹേൽ ചെയ്യേണ്ടത് വായിലൂടെ പതുക്കെ പതുക്കെ. നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ആ ഒരു റിലാക്സേഷൻ നിങ്ങളുടെ കാലുകളിലേക്ക് പടരുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ച് അതൊന്ന് ഫീൽ ചെയ്യണം. ഫസ്റ്റ് മുറുക്കി പിടിച്ചു, അത് റിലാക്സായി റിലീസ് ചെയ്തു. ഇനി താഴ്ഭാഗത്തെ കാലുകൾ, നമ്മളുടെ കണങ്കാലുകൾ, കാഫ്സ്, അവിടെ നിങ്ങൾ മുട്ടിന് നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കണം. നിങ്ങൾ നല്ല കംഫർട്ടബിൾ പ്ലേസിൽ ഇരിക്കുകയാണെങ്കിൽ ആ കാല് മുട്ടിന് നേരെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം. ആ പിടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കണങ്കാലിലെ ആ കാഫ്സ് ഏരിയയിലെ പേശികൾ, മസിൽസ് മുറുക്കി പിടിക്കുക. ഒരു 5 സെക്കൻഡ്സ് അങ്ങനെ പിടിക്കണം. അതോടൊപ്പം തന്നെ ഇൻഹേൽ ചെയ്തിട്ട് വേണം അങ്ങനെ പിടിക്കാൻ. ഓക്കെ, ഈ ത്രൂ ഔട്ട് ഈ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുക, അതേപോലെ പേശികൾ മുറുക്കി പിടിക്കുക. ഒരു 10 സെക്കൻഡ്സ് അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പതുക്കെ അയച്ചു വിടുക. അതൊന്ന് റിലീസ് ചെയ്യുക പതുക്കെ. അതോടുകൂടി തന്നെ എക്സൈലും വേണം. 1 2 3 4 5. ഒരു 10 സെക്കൻഡ് എക്സൈൽ. ആ ഒരു പിരിമുറുക്കവും ആ വലിവൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് അത് ഫീൽ ചെയ്യണം. ആ മുറുകി നന്നായിട്ട് മസിൽസ്. പിന്നെ അത് റിലീസ് ചെയ്തപ്പോൾ ആ ഒരു ഇത് പൂർണ്ണമായി ആ മുറുക്കം നമ്മളിൽ നിന്ന് വിട്ടകലുന്നത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇൻഹേൽ, എക്സ്ഹേൽ. കുറച്ച് നേരം ഇൻഹേൽ ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ എക്സ്ഹേൽ. പിന്നെ തേർഡ് മസിലാണ് നമ്മളുടെ തൈസ്. ആ തുടയിലെ പേശികൾ നന്നായിട്ട് മുറുക്കണം. കിടക്കുകയാണെങ്കിൽ നമ്മൾ കാലുകൾ നേരെ നീട്ടി മുട്ടുകൾ മുകളിലേക്ക് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് ആ ബട്ടക്സ് ഏരിയ നന്നായിട്ടൊന്ന് ടെൻസ് ചെയ്തിട്ട് പിടിക്കണം. ഇൻഹേൽ ചെയ്തിട്ട് ഹോൾഡ് ഫോർ 10 സെക്കൻഡ്സ്. ദെൻ എക്സ്ഹേൽ. സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു റിലീസ് ചെയ്യുക. ആ ഒരു പിരിമുറുക്കം പതുക്കെ പതുക്കെ ഇങ്ങനെ അയച്ചു വിടുക. ആ ഒരു എക്സൈൽ ചെയ്യുന്നതോടൊപ്പം ആ പേശികൾ പൂർണ്ണമായിട്ടും അയഞ്ഞ് ലൂസാകുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് നമ്മൾ സെൻസ് ചെയ്യുക. ആ ഒരു റിലാക്സായി ഇത്രയും നന്നായിട്ട് പിരിമുറുക്കി നല്ല ടെൻസ്ഡായി വെച്ച ആ കാലിൽ നിന്നുള്ള ആ ഒരു അയഞ്ഞതിലൂടെ ആ റിലാക്സേഷൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇൻഹേൽ. മൂക്കിലൂടെ ജസ്റ്റ് നന്നായിട്ട് എയർ വലിച്ചെടുക്കുക. ഹോൾഡ് ഫോർ 10 സെക്കൻഡ്സ്. എക്സ്ഹേൽ. ഇനി നമ്മളുടെ ബൊട്ടക്സ് ആണ്. അത് ശരിക്കും ആ പേശികൾ ഒന്നിച്ച് നന്നായിട്ട് മുറുക്കണം. ഇൻഹേൽ ചെയ്തിട്ട് ഇവിടെയും അതേപോലെ നന്നായിട്ട് മുറുക്കി പിടിക്കണം. ഇൻഹേൽ. ഹോൾഡ് 4 സെക്കൻഡ്സ്. അത് മുറുക്കി പിടിക്കുക. ആ ഏരിയ നന്നായിട്ട് ടെൻസ്ഡ് ആക്കുക.
നിങ്ങൾ ആ കസേരയിലേക്കോ തറയിലേക്കോ കൂടുതൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നും. ആ ടെൻസ്ഡാകുമ്പോൾ, ആ ഭാഗത്ത് ആ ഒരു ടെൻഷൻ വരുമ്പോൾ. ഹോൾഡ് 4 സെക്കൻഡ്സ്. നന്നായിട്ട് മുറുക്കി പിടിക്കുക. ആഫ്റ്റർ 10 സെക്കൻഡ്സ് ജസ്റ്റ് എക്സ്ഹെയിൽ. എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുക. പതുക്കെ പതുക്കെ അയച്ചു കൊടുത്തുകൊണ്ടുപോകുക. അയക്കുക. ആ ഒരു പേശിയുടെ ആ ഒരു സമ്മർദ്ദം അയച്ചയച്ച് കൊണ്ടുപോയി ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി നമ്മളുടെ 5th മസിൽ ഗ്രൂപ്പാണ് വയറ്. അതിനു മുമ്പ് ഇൻഹെയിൽ. നന്നായിട്ട് ശ്വാസം വലിച്ചെടുക്കുക. നമ്മളുടെ വയറ്, ആ വയറിലെ പേശികൾ. നെക്സ്റ്റ് വയറാണ്. വയറിൻ്റെ ആ ഒരു ഏരിയ നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ച് നമ്മളുടെ ആ പൊക്കിളിൻ്റെ ആ ഒരു ഭാഗം നട്ടെല്ലിനോട് ചേർത്ത് ശ്രമിക്കുന്നത് പോലെ ആ വയറിൻ്റെ ആ ഭാഗം, ആ പൊക്കിളിൻ്റെ ആ ഏരിയ ആ നട്ടെല്ലിനോടടുത്ത് ഇങ്ങനെ മുറുക്കി കൊണ്ടുവരിക. നന്നായിട്ട് മുറുക്കി ഇങ്ങനെ പിടിക്കുക. ഹോൾഡ് 4 സെക്കൻഡ്സ്. ഒരു 10 സെക്കൻഡ്സ് അങ്ങനെ പിടിക്കുക. ദെൻ എക്സ്ഹെയിൽ. എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു മുറുക്കം പതുക്കെ ഇങ്ങനെ അയച്ചു വിടുക. അയച്ചുവിടുന്നതോടൊപ്പം തന്നെ അതൊന്ന് ഫീൽ ചെയ്യണം. ആ മുറുക്കവും ഇപ്പോഴുണ്ടായിരുന്ന ആ ഒരു അയവും അയച്ച് കൊണ്ടുപോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു ആ മുറുക്കവും ഇപ്പോഴുണ്ടായ ആ ഒരു അയവും. ആദ്യം മുറുക്കം സംഭവിച്ചപ്പോൾ നമ്മൾ ഫീലിങ്സ് ടെൻസ്ഡ്, സ്ട്രെസ്ഡ്. അത് പതുക്കെ റിലാക്സ് ചെയ്തപ്പോൾ, അത് റിലീവ് ചെയ്തപ്പോൾ, അയച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഫീലിംഗ് റിലാക്സേഷൻ, ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക. നെക്സ്റ്റ് നമ്മളുടെ 6th മസിൽ, നമ്മളുടെ പുറം ഭാഗം, ബാക്ക് ഏരിയ. അവിടെ നമ്മൾ ഇൻഹെയിൽ. കസേരയിൽ നിന്നോ അല്ലെങ്കിൽ തറയിൽ നിന്നോ സൗമ്യമായി മുകളിലേക്ക് വില്ല് പോലെ നമ്മളിങ്ങനെ വളക്കുക. ആ ഏരിയ ജസ്റ്റ് ഒന്ന് വില്ല് പോലെ വളക്കുക. ഹോൾഡ് 4 സെക്കൻഡ്സ്. ഒരു 10 സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്യുക. നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തെ ആ വലിമുറുക്കം അങ്ങനെ തന്നെ പിടിക്കണം. ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ട് അത് നന്നായിട്ട് ആ ഒരു പിരിമുറുക്കം നമ്മൾ അനുഭവിക്കണം. ഹോൾഡ് ഫോർ 10 സെക്കൻഡ്സ്. ദെൻ റിലീവ്. പതുക്കെ എക്സ്ഹെയിൽ ചെയ്തിട്ട്, വായിലൂടെ എക്സ്ഹെയിൽ ചെയ്തിട്ട് പതുക്കെ ആ ഒരു ടെൻഷൻ നമ്മൾ റിലീവ് ചെയ്യാം. അയച്ചയച്ച് കൊണ്ടുവരാം. അത് റിലീസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആ പുറം ഭാഗം, ആ ഒരു ബാക്ക് ഏരിയ പൂർണ്ണമായിട്ട് വിശ്രമിക്കുന്ന രീതിയിൽ ഇരിക്കാം. ആ ഒരു റിലാക്സേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളുടെ ഒന്നുകൂടി ഇൻഹെയിൽ ചെയ്യൂ. ഇൻഹെയിൽ, മൂക്കിലൂടെ എയർ വലിച്ചെടുക്കുക. ഇനി നമ്മളുടെ നെഞ്ച് ഭാഗത്ത്, ചെസ്റ്റ് ഭാഗത്ത് വളരെ ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുത്തിട്ട് നെഞ്ചിലൊരു ടെൻസ്ഡ് ഫീലിംഗ്, ഒരു പിരിമുറുക്കം, ഒരു വലിഞ്ഞ് ഇങ്ങനെ മുറുക്കി വരുന്ന ഒരു എക്സ്പീരിയൻസ് അതേപോലെ നമ്മൾ അനുഭവിക്കണം. നല്ലൊരു സ്ട്രെസ്ഡ്, പിരിമുറുക്കായിട്ടുള്ള ഒരു ഫീലിംഗ്. ആ ശ്വാസകോശം നമ്മളുടെ പൂർണ്ണമായിട്ട് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നിറക്കണം. അതോടൊപ്പം ഇങ്ങനെ ഫീലിംഗ് ടെൻസ്ഡ് ദെയർ. അങ്ങനെ തന്നെ ഹോൾഡ് ഫോർ 10 സെക്കൻഡ്സ്. ഇനി എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം ശ്വാസം ഇങ്ങനെ പതുക്കെ വായിലൂടെ പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു ചെസ്റ്റ് ഏരിയ പതുക്കെ പതുക്കെ അയച്ചു കൊണ്ടുവരിക. ആ ഒരു റിലീസ് ചെയ്യുന്നതോടൊപ്പം ആ ഒരു റിലാക്സേഷൻ
ഫീൽ ചെയ്യണം. അഗൈൻ ഇൻഹേൽ. നന്നായിട്ട് ശ്വാസം മൂക്കിലൂടെ വലിച്ചെടുക്കുക. 2 കൈപ്പത്തികളും ചേർത്ത് മുഷ്ടി നന്നായിട്ട് ചുരുട്ടി പിടിക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ കൈകളാണിനി, കൈകളും കൈപ്പത്തികളും നമ്മളെ ഹാൻഡ്സ് ഇങ്ങനെ ചുരുട്ടി മുറുക്കി ഇങ്ങനെ പിടിക്കുക, ചുരുട്ടി പിടിക്കുക. നിങ്ങളുടെ കൈകളിലും മുൻകൈകളിലും ആ വലിമുറുക്കം ഇങ്ങനെ അറിയണം. നമ്മൾ ആ ഒരു സ്ട്രെസ്സ് നമ്മൾ അറിയണം, ആ ഒരു പിരിമുറുക്കം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഹോൾഡ് ഫോർ 10 seconds. ഇനി എക്സ്ഹെയിൽ. പതുക്കെ എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം ആ കൈകളൊന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ അയച്ചു വിടുക. അപ്പോൾ വിരലുകളൊക്കെ നമ്മളുടെ ഇങ്ങനെ ലൂസായിട്ട് വരണം. വിരലുകളിങ്ങനെ ലൂസായിട്ട് വരണം. അവിടെ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ തരിപ്പോ ഒക്കെ ഒരു ചൂടൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും അത് ഫീൽ ചെയ്യുകയും വേണം. നമ്മളുടെ ആ ശ്വാസത്തോടൊപ്പം തന്നെ എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു അയവ്, ആ കൈകളുടെ അയവ് റിലീസാകുന്നത്, ആ ടെൻഷൻ, ആ സ്ട്രെസ് റിലീസാകുന്നത് നമ്മൾ സെൻസ് ചെയ്യണം. ആ ഒരു ഫീലിംഗ്, റിലാക്സേഷൻ എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി നമ്മളുടെ കൈകളാണ്. മുട്ടുകൾ മടക്കിയിട്ട് മസിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ പേശികൾ മുറുക്കണം. ആ ബൈസെപ്സിൻ്റെ അടുത്ത് പേശികൾ ഇങ്ങനെ, മസിൽസ് ഇങ്ങനെ വളരെ മുറുക്കി പിടിക്കുക. ഇൻഹെയിൽ ചെയ്തിട്ട് ഹോൾഡ് ഫോർ 10 seconds. അങ്ങനെ തന്നെ മുറുക്കി പിടിക്കുക. ആഫ്റ്റർ 10 seconds ഇനി പതുക്കെ അയച്ചുവിടുക. എക്സ്ഹെയിൽ ആൻഡ് റിലീസ് ഇറ്റ്. പതുക്കെ ഇങ്ങനെ അയച്ചു വിടണം. ആ എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ കൈയിൻ്റെ ആ ഒരു അയവ് നമ്മൾ ഫീൽ ചെയ്യണം. കൈകൾ നേരെ നീട്ടി മുട്ടുകൾ ലോക്ക് ചെയ്ത് ട്രൈസെപ്സ് പേശികൾ മുറുക്കുക. എന്നിട്ടാണ് അത് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ റിലീസ് ചെയ്യേണ്ടത്. ഇനി കൈകൾ നേരെ നീട്ടിയിട്ട് അതേപോലെ തന്നെ പതുക്കെ റിലീസ് ചെയ്യുക. എക്സ്ഹെയിൽ, ഹോൾഡ് ഫോർ 10 എക്സ്ഹെയിൽ ചെയ്തിട്ട് കുറച്ച് നേരം ആ ഒരു ഫീലിങ്ങിൽ നിൽക്കുക. ആ ഒരു റിലാക്സേഷൻ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി നമ്മളുടെ തോളുകളും കഴുത്തും ആ ഒരു മസിൽ ഗ്രൂപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഇൻഹെയിൽ, ഹോൾഡ് ഫോർ 1 2 3 4 5. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോളുകൾ ചെവിക്ക് നേരെ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം. നന്നായിട്ട് മുറുക്കെ പിടിക്കണം. ഹോൾഡ് ഫോർ 10 seconds. ദെൻ എക്സ്ഹെയിൽ. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. അതേപോലെ തന്നെ ആ ഒരു ടെൻഷൻ, നമ്മളുടെ ആ സ്ട്രെസ്, ആ പിരിമുറുക്കം പതുക്കെ അയച്ചു വിടുക. ആ എക്സ്ഹെയിൽ ചെയ്യുന്നതോടൊപ്പം ആ പിരിമുറുക്കവും പതുക്കെ അലിഞ്ഞു പോകട്ടെ. ആ ഒരു ഫീലിംഗ്, റിലാക്സേഷൻ എക്സ്പീരിയൻസ് ചെയ്യണം. ഇനി നമ്മളുടെ നെറ്റിയും കണ്ണുകളും അതേപോലെ ഇൻഹെയിൽ, നന്നായിട്ട് മൂക്കിലൂടെ എയർ വലിച്ച് അകത്തേക്ക് എടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പുരുകങ്ങൾ ഇങ്ങനെ നെറ്റിയുടെ മുകളിലേക്ക് ഉയർത്തിയിട്ട് നെറ്റി നന്നായിട്ട് ചുളിക്കണം.
ഹോൾഡ് ഫോർ 10 സെക്കൻഡ്സ്. അങ്ങനെ നന്നായിട്ട് നെറ്റിച്ചുളുക്കി ഇങ്ങനെ പിടിക്കുക. കുറച്ച് നേരം അങ്ങനെ വെക്കുക. ഒരു ഹോൾഡ് ഫോർ 10 സെക്കൻഡ്സ്. എന്നിട്ട് പതുക്കെ അയച്ചു വിടണം. അയച്ചു വിടുന്നതോടൊപ്പം തന്നെ എക്സേൽ പതുക്കെ വായിലൂടെ എയർ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മളുടെ കണ്ണുകൾ ഇങ്ങനെ എത്രത്തോളം നമ്മൾ ഇറുക്കിയാണ് അടച്ചേക്കണത് കണ്ണുകൾ, അതിങ്ങനെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്തുകൊണ്ട് വരാം, അയച്ചുകൊണ്ട് വരാം. നെറ്റിയുടെ അവിടെയും ആ കണ്ണിൻ്റെ അവിടെയൊക്കെ പതുക്കെ ഇങ്ങനെ ആ എക്സൈൽ ചെയ്യുന്നതോടൊപ്പം പതുക്കെ റിലീസ് ചെയ്തുകൊണ്ട് വരിക. ആ ഒരു ഫീലിംഗ് ദ എക്സ്പീരിയൻസ്, ആ റിലാക്സേഷൻ നമ്മൾ ഫീൽ ചെയ്യുക, ആ ഒരു സെൻസ്. ഇനി നമ്മുടെ താടിയെല്ലും മുഖവുമാണ്. അവിടെ പല്ലുകൾ അമർത്തിയിട്ട് ആദ്യം ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ 1 2 3 4, ഹോൾഡ് 4 സെക്കൻഡ്സ്. ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പല്ലുകൾ നന്നായിട്ട് അമർത്തി താടിയെല്ല് നന്നായിട്ട് മുറുക്കണം. അങ്ങനെ മുറുക്കി പിടിക്കുക. അത് മുറുക്കി അങ്ങനെ ഒരു 10 സെക്കൻഡ്സ് അങ്ങനെ പിടിക്കുക. 10 സെക്കൻഡ്സ് അങ്ങനെ മുറുക്കി പിടിച്ചു. ഇനി സാവധാനത്തിൽ എക്സൈൽ ചെയ്യുന്നതോടൊപ്പം പതുക്കെ പതുക്കെ ആ ഒരു ടെൻഷൻ റിലീസാക്കുക, അയച്ചുകൊണ്ട് വരാം. മുഖത്തെ പേശികൾ ഇങ്ങനെ വലിഞ്ഞ് രീതിയിലാണ് നമ്മൾ പിടിച്ചത്, അത് പതുക്കെ പതുക്കെ ഇങ്ങനെ അയച്ചുകൊണ്ട് വരാം. പിന്നെ വായ തുറക്കാം, അതോടൊപ്പം തന്നെ വായയും തുറക്കാം. അതേപോലെ തന്നെ പതുക്കെ അടയ്ക്കുകയും ചെയ്യാം. സൗമ്യമായിട്ട് അത് അടച്ച് ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുക. അയഞ്ഞു ആ ഒരു മസിൽസ് നന്നായിട്ട് മുറുക്കി നല്ല ടെൻസ്ഡായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്ന ആ ഒരു മസിൽസ് പതുക്കെ പതുക്കെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്നവരോട് റിലീസ് ചെയ്ത് അയച്ചയച്ച് കൊണ്ടുവന്ന് ആ ഒരു ഫീലിംഗ് റിലാക്സേഷൻ നമ്മൾ അനുഭവിക്കുക. നിങ്ങളുടെ കണ്ണ് പതുക്കെ പതുക്കെ തുറന്നാൽ മതി. ഓക്കെ, ശരീരം ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ അയഞ്ഞ് ലൂസായിട്ട് ഒരു ഭാരമൊന്നുമില്ലാതെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഇരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ആ മുഖത്തെ പേശികൾ പിരിമുറുക്കം അത് കഴിഞ്ഞൊന്ന് അയഞ്ഞു പതുക്കെ അങ്ങനെ കണ്ണ് തുറന്നു വരിക. ഈ ഒരു റിലാക്സേഷൻ അത് നിങ്ങൾ കുറച്ച് നേരം, ഇപ്പോൾ നിങ്ങൾക്ക് അത്ര ഭാരമൊന്നുമില്ല, മസിൽസൊക്കെ വളരെ റിലാക്സ്ഡായി റിലീസായി വളരെ അയഞ്ഞു, ആ ഒരു നിമിഷങ്ങൾ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യുക. നമ്മളുടെ മസിൽസൊക്കെ നല്ല പിരിമുറുക്കി വന്നു, സ്ട്രെസ്ഡ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ട് അയഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഭാരവുമില്ല നമ്മളുടെ ബോഡിക്ക്. നമ്മളെ മൈൻഡ് വളരെ റിലാക്സായി കാമായി ആ ഒരു ഫീലിംഗ്, ആ ഒരു എൻജോയ് ചെയ്യുക. ആ നിമിഷങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പതുക്കെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരണം. നിങ്ങളിരിക്കുന്ന ആ മുറി, ആ റൂം, നിങ്ങൾ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് അവിടേക്ക് ഇങ്ങനെ പതുക്കെ തിരിച്ചു വരാം. നിങ്ങളുടെ കൈവിരലുകളും ഹാൻഡ്സും കാൽവിരലൊക്കെ പതുക്കെ ഒന്ന് ചലിപ്പിച്ചിട്ട് പതുക്കെ ഒന്ന് മൂവ് ചെയ്യാം. ശരീരം ഒന്ന് നന്നായിട്ടൊന്ന് നിവർക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. പതുക്കെ ഉന്മേഷത്തോടെ, നല്ല ഉന്മേഷത്തോടെ പതുക്കെ പതുക്കെ കണ്ണ് തുറന്ന് ആ ഒരു ഫീലിംഗ് വിത്ത് യുവർ എൻവയൺമെൻറ്റ്, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഈ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം.
നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫീലിംഗ് ഒരു സ്ട്രെസ് ഫുൾ മൂമെൻറ്റ്സ് തോന്നുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ക്ലയൻസിനും ഇത് ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ ക്ലയൻസിനും ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അത് ഗൈഡ് ചെയ്യണം അവർ. എല്ലാവരും ആ ഒരു മൂമെൻറ്റിലേക്ക് വന്നോ? എങ്ങനെയുണ്ടായിരുന്നു PMR എക്സ്പീരിയൻസ്? ജസ്റ്റ് ഷെയർ വിത്ത് മീ. പറയാൻ പറ്റിയില്ലെങ്കിൽ ചാറ്റ് ബോക്സിലിടാം. എല്ലാവരും പുറത്തേക്ക് വന്നോ? അതിൻ്റെ ആ ഒരു റിലാക്സേഷൻ മൂമെൻറ്റിൽ നിന്ന് പുറത്ത് വന്നോ? അപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴും ആ റിലാക്സേഷനിലാണോ എല്ലാവരും? ജസ്റ്റ് പ്ലീസ് ഗിവ് റിപ്ലൈ. ആരൊന്നും പറയണില്ല, എല്ലാവരും അതിൻ്റെ ഉള്ളിലാണോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാം. താങ്ക് യു. നല്ല റിലാക്സ്ഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കും ഇപ്പോൾ വേണമെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റിലാക്സേഷൻ ടെക്നിക്കാണ്. ക്ലയൻസ് വരുമ്പോഴും നമുക്ക് അവരെയും നമുക്ക് റിലാക്സ് ചെയ്യിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മാർഗം കൂടിയാണ് മാം. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് മാം. വെൽക്കം. ശരിയാണ്, നമ്മൾക്ക് തന്നെ ഇത് ഉപയോഗിക്കാം, നമ്മളുടെ ക്ലയൻസിനും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു ഇഫക്റ്റീവ് ടൂളാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. കുറച്ച് ഡിമെറിറ്റ്സ് ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു, അത് ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് പറയാം. ഇനി ആരെങ്കിലും? ആരുമില്ല? ആർക്കും ഫീൽ റിലാക്സേഷൻ തോന്നിയില്ല? ഇതൊരു ഇഫക്റ്റീവ് ടൂളാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ടു 20 ആളുകളുണ്ട് ഇതിൽ. ആർക്കും ആ ഒരു ഫീലിംഗ് തോന്നിയില്ല? ഓക്കെ, താങ്ക് യു വിദ്യ. ശ്രീലേഖ, താങ്ക് യു. പിന്നെ ആർക്കൊക്കെ ഫീൽ ചെയ്തു? റിലാക്സേഷൻ ഫീൽ ചെയ്തത് ആർക്കൊക്കെയാണ്? അതല്ലാതെ ആ ഒരു റിലാക്സേഷൻ മാത്രമല്ല, ചില ആളുകൾക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും, നല്ല നല്ല ഓർമ്മകൾ വരും. അതാർക്കെങ്കിലും ഉണ്ടായോ ഇതിൽ? നമ്മുടെ പാസ്റ്റ് മൊമെൻറ്റ്സ് എന്തെങ്കിലും ആ റിലാക്സ് ചെയ്തിരുന്നപ്പോൾ? നമുക്ക് മാം, എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്തത്, അൺഎക്സ്പ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന വല്ല വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി എനിക്ക്. നമുക്കത് പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതെ അവിടെ കിടക്കുന്ന വല്ല ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. ഡെഫിനറ്റ്ലി അത് ശരിയാണ്. നമ്മൾ ആ ഒരു ഫീലിംഗ്, ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്തെങ്കിലും ഒരു കാംനെസ് ആണ് ഇതിൻ്റെ ഗോളെങ്കിലും നമ്മൾക്ക് ആ ഫീലിങ്ങിൽ പല പല മെമ്മറീസൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ദെൻ എനിവൺ എൽസ്? വിദ്യ, താങ്ക് യു വിദ്യ. Good evening, ma'am. Yes, good evening, Srividya. Tell me. മാം, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു മാം. ആദ്യം തൊട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതൊരു വിഷമമുണ്ട്. No worries. നല്ല റിലാക്സ്ഡ് ആയിട്ട് എന്തോ ഒരു ഭാരം ഇങ്ങനെ പോയ പോലെ ഫീൽ ചെയ്തു മാം. താങ്ക് യു. അതാണ് ഇതിന്റെ ലക്ഷ്യം.
താങ്ക് യു. ഈ ഒരു PMR ടെക്നിക്കിൻ്റെ ഗോളും അതാണ്. നമ്മൾക്കൊരു ഫീലിംഗ് ഒരു മസിൽ ടെൻഷൻസ് റിലാക്സ് ആകുകയും നമ്മളെ സ്ട്രെസ്സൊക്കെ ഇല്ലാതാകുകയും ചെയ്യും. നല്ലൊരു ഇഫക്റ്റീവ് ടൂളാണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ നമ്മളുടെ ക്ലയൻസിനും നമ്മൾക്കത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുള്ളൂ, അല്ലേ? Yes, ma'am. Yes. യെസ്, ഡെഫിനറ്റ്ലി. Thank you. വെൽക്കം. ദെൻ എനിവൺ എൽസ്? ഇത്ര പേരുണ്ടായല്ലോ, എല്ലാവരും ഇത് ഉറപ്പായിട്ടും PMR ചെയ്തെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഡിഫറൻസ് തോന്നിയിരിക്കാം. പ്ലീസ് ഷെയർ വിത്ത് മീ. ഓക്കെ, എല്ലാവരും അത് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ യൂസസ് ഒക്കെ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? സ്ട്രെസ് റിഡക്ഷൻ, ആൻസൈറ്റി മാനേജ്മെൻറ്റ്, പെയിൻ മാനേജ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ആൻഡ് എൻഹാൻസ്ഡ് വെൽബീയിങ്. ഇനി അതിൻ്റെ ഗോൾസും ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെ ഇത് തന്നെയാണ്. പിന്നെ ഇത്തിരി വ്യത്യാസമുള്ളതാണ്, നമ്മളുടെ ക്ലയൻസിനെ നമ്മൾ ശ്രദ്ധിക്കണം, ആർക്കൊക്കെ ഇത് അപ്ലിക്കബിൾ ആണെന്നുള്ളത്. കുട്ടികൾക്ക് കൊടുക്കാം, ഒരു 7 years എബവ് ചിൽഡ്രൻ, നമ്മൾക്ക് കുട്ടികൾ ഫീലിംഗ് സ്ട്രെസ്ഡ് ആയിട്ട് വരികയാണ്, ADHD കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് ആ ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ അപ്ലൈ ഇറ്റ്. ഓക്കെ, ഒരു ADHD കുട്ടികൾക്ക് അതേപോലെ തന്നെ. പിന്നെ സ്കിസോഫ്രീനിക് ആൻഡ് സീവിയർ ഡിപ്രഷൻ ആളുകൾക്കൊന്നും ഇതത്ര പറ്റൂല, കാരണം അവർ ആ ഒരു മൂമെൻറ്റിൽ അതവർ എക്സ്പീരിയൻസ് ചെയ്യൂല. അതുകൊണ്ട് അവരിൽ നമുക്കിത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റൂല. പക്ഷേ സ്ട്രെസ് അനുഭവിക്കുന്ന ആർക്കും, ടെൻഷൻ, സ്ട്രെസ്, പിന്നെ അതേപോലെ സ്ലീപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഉറപ്പായിട്ടും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ റിലാക്സേഷൻ ലീഡ്സ് ടു മെൻറ്റൽ റിലാക്സേഷൻ ആൻഡ് വൈസ് വേഴ്സ. ഇതിലും നമ്മളുടെ ഫിസിക്കൽ, നമ്മൾക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നാൽ നമ്മൾ ഈ ഒരു റിലാക്സിങ് ടെക്നിക്കിലൂടെ നമുക്ക് നമ്മളുടെ മെൻറ്റൽ റിലാക്സേഷൻ കൊണ്ടുവരാം. മെൻറ്റൽ റിലാക്സേഷൻ വന്നാൽ നമ്മൾക്ക് അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഫിസിക്കൽ റിലാക്സേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ലീഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്കാണിത്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഷോർട്ട് പീരീഡിൽ ഒരു 5-10 സെക്കൻഡ്സിലതിന് സ്ട്രെസ്സ് കൊടുക്കുകയും അതനുസരിച്ച് റിലീവ് ചെയ്യുകയും ഒരു 10 സെക്കൻഡ്സിൽ അതിനെ റിലീസ് ചെയ്യുകയും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത് നമ്മളുടെ ക്ലയൻസിനും നമ്മൾക്കത് പറഞ്ഞു കൊടുക്കാം ഇതേപോലെ തന്നെയായിട്ട്. പിന്നെ നമുക്ക് എവിടെയും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ കൗൺസിലിംഗ് റൂമിൽ അവരുടെ അടുത്ത് ഗൈഡ് ചെയ്യാം ക്ലയൻസിൻ്റെ അടുത്ത്. അതേപോലെ തന്നെ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾക്ക് എപ്പോൾ ടെൻസ്ഡ് ആണ്, നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, ആ ടൈമിലെല്ലാം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. wherever you are. It is practiced anywhere and at any time, making it a convenient and accessible relaxation techniques for daily life. ഡെയിലി ലൈഫിൽ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ചെറിയൊരു ഡിമെറിറ്റ്സ് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നീട് അത് ഇഫക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾക്ക് വേറെ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേറെ ടെക്നിക്സ് ഇതായിട്ട് പിന്നെ വീണ്ടും ഇത് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കൂടുതലും നമ്മളുടെ ആ ഒരു സ്ട്രെസ് റിലീവിന് വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിന്ന് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനെ കുറിച്ച് പഠിച്ചു. ഇതൊരു വാല്യുബിൾ റിലാക്സേഷൻ ടെക്നിക്കാണ്. നമ്മൾക്ക് മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട് അതിൽ എന്തൊക്കെ ഗോളുണ്ട്, എന്തൊക്കെ ഇത് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സ്ട്രെസ് റിഡക്ഷനും ആൻസൈറ്റി മാനേജ്മെൻറ്റിനും പെയിൻ റിലീഫ്, ഈവൻ ഇംപ്രൂവ്ഡ് സ്ലീപ്പ്, നമ്മൾക്ക് എവിടെയെങ്കിലും സൊമാറ്റിക് ഫോംസ് എവിടെയെങ്കിലും വേദനയൊക്കെ വരുമ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡ്യൂറിങ് ദാറ്റ് സെഷൻ എന്തെങ്കിലും വേദനയൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണം. പിന്നെ ഇറ്റ് പ്രൊമോട്ട്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിലാക്സേഷൻ, ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് അച്ചീവ് എ സ്റ്റേറ്റ് ഓഫ് കാം ആൻഡ് ട്രാങ്ക്വിലിറ്റി. അപ്പോൾ അത് റെഗുലർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് ബെനിഫിറ്റ് തരും. അത് നമ്മളുടെ ഓവറോൾ ഹെൽത്ത് എൻഹാൻസ് ചെയ്യും, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും.